ഒരു കാലത്ത് വലിയ കോട്ടകൾക്കും രാജാക്കന്മാർക്കും അപ്പുറം മണിപുരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ മണ്ണ് സ്വർണത്തേക്കാൾ വിലമതിപ്പുള്ളതായിരുന്നു. അവിടെ മാധവൻ എന്നൊരു കർഷകനുണ്ടായിരുന്നു. മാധവൻ വെറുമൊരു കർഷകനായിരുന്നില്ല, മണ്ണിന്റെ ഭാഷ അറിയുന്നവൻ. മണ്ണിൽ ചെവി ചേർത്ത് വെച്ചാൽ അത് ദാഹിക്കുന്നുണ്ടോ അതോ സംതൃപ്തനാണോ എന്ന് അയാൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ വിധിയുടെ വികൃതി പോലെ മണിപുരത്ത് ഒരു വലിയ വരൾച്ച പിടിപെട്ടു. തുടർച്ചയായ 5 വർഷം മഴ പെയ്തില്ല. പുഴകൾ വറ്റി, കിണറുകൾ വറ്റി, പച്ചപ്പുകൾ കരിഞ്ഞുപോയി. നാട്ടുകാർ ഒന്നൊന്നായി ഗ്രാമം ഉപേക്ഷിച്ചു. മാധവന്റെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, മാധവ, ഇവിടെ ഇനി ഒന്നും വളരില്ല, നമുക്ക് നാട് വിട്ടു പോകാം. മാധവൻ അപ്പോഴും തൻ്റെ പാടത്ത് വിത്തുകൾ നനയ്ക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുകയായിരുന്നു. അയാൾ പ്രാർത്ഥിച്ചു, പ്രകൃതിയോട് സംസാരിച്ചു. ഗ്രാമത്തിലെ പഴമക്കാർ പറഞ്ഞ ഒരു ഐതിഹ്യമുണ്ട്. 1000 വർഷം പഴക്കമുള്ള മാമലയുടെ അടിവാരത്തിൽ ഒരു രഹസ്യ ഉറവയുണ്ട്. അത് കണ്ടെത്താൻ ഒരു യഥാർത്ഥ കർഷകന്റെ കണ്ണുനീർ വീഴണം. മാധവൻ തീരുമാനിച്ചു, താൻ ആ ഉറവ കണ്ടെത്തും. അവൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് യാത്രയായി. കൊടും ചൂട്, വന്യമൃഗങ്ങൾ, ഭീകരമായ ചൂട്. പലതവണ മാധവൻ തളർന്നു വീണു. ഓരോ തവണ വീഴുമ്പോഴും അവൻ തൻ്റെ ഗ്രാമത്തിലെ വിശക്കുന്ന പാവങ്ങളെ ഓർത്തു. അപ്പോഴെല്ലാം അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ മണ്ണിലേക്ക് വീണു. 7-ാം നാൾ അവൻ മാമലയുടെ ഏറ്റവും ഉയരത്തിലെത്തി. അവിടെ ഒരു കല്ലിന് മുകളിൽ അവൻ വിശ്രമിച്ചു. പെട്ടെന്നൊരു കരിങ്കല്ല് താഴേക്ക് ഉരുണ്ടുപോയി. അവിടെ മണ്ണിൽ മാധവന്റെ കണ്ണുനീർ വീണ അതേ സ്ഥലത്ത് ഒരു ചെറിയ നീർച്ചാൽ പൊട്ടിപ്പുറപ്പെട്ടു. അത് പതുക്കെ ഒരു വലിയ അരുവിയായി മാറി. മാധവൻ ആ വെള്ളത്തെ തൻ്റെ ഗ്രാമത്തിലേക്ക് വഴി തിരിച്ചുവിടാൻ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്തു. വെള്ളം ഗ്രാമത്തിലെത്തി. മാധവൻ തൻ്റെ പാടങ്ങളിൽ വിത്തിട്ടു. ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. കരിഞ്ഞുണങ്ങിയ മണ്ണിൽ നിന്ന് പച്ചനാമ്പുകൾ തലയുയർത്തി. അതൊരു അത്ഭുതമായിരുന്നു. വിളവെടുപ്പ് കാലമായപ്പോൾ ആ പാടം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. ഒരു ഗ്രാമം മുഴുവൻ ആ വിളവെടുപ്പിലൂടെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നാട്ടുകാർ തിരിച്ചെത്തി. അവർ മാധവനെ കാണാൻ ഓടി വന്നു. പക്ഷെ മാധവൻ അപ്പോഴും തൻ്റെ പാടത്ത് ഒരു ചെറിയ വിത്ത് പാകുന്ന തിരക്കിലായിരുന്നു. എനിക്ക് കൃഷി ചെയ്യണം, അതാണ് എൻ്റെ ജീവിതം എന്നായിരുന്നു അവൻ്റെ മറുപടി. ഇന്നും മണിപുരത്തെ പാടങ്ങളിൽ കാറ്റ് വീശുമ്പോൾ അത് മാധവന്റെ കഥയാണ് മന്ത്രിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിച്ചാൽ എത്ര വലിയ വരൾച്ചയിലും മണ്ണ് നിങ്ങളെ കൈവിടില്ല എന്ന സത്യം. സുഹൃത്തുക്കളെ, മാധവന്റെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രം: നമ്മുടെ കഠിനാധ്വാനവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ എവിടെയും സ്വർണം വിളയിക്കാൻ നമുക്ക് സാധിക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക.